ലൂക്കോസ് ഇവിടെ നവീൻ ബാബുവിന്റെ കാര്യം പറഞ്ഞു. നവീൻ ബാബുവിന്റെ കുറ്റപത്രം വന്ന ദിവസമാണ് കേട്ടോ. ഏത് രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വൃത്തികെട്ട ദുഷ്ടലാക്കുള്ള വാക്കുകളിൽ ഒരു പരമസാധു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്ന കുറ്റപത്രമാണ്. കൈക്കൂലി ആരോപണമില്ല, ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അന്തരീക്ഷത്തിലാവുകയാണ്. ബാക്കി ഈ പറയുന്ന നവീൻ ബാബുവിനെ അതിനുശേഷം മരണശേഷവും മോശമാക്കി കാണിക്കാൻ ഉന്നയിച്ച സകല കാര്യങ്ങളും ചുമ്മാതാണ്, മര്യാദകേടാണ് എന്ന് തെളിയിക്കുന്ന കുറ്റപത്രമാണ് ഇന്ന് വെച്ചേക്കുന്നത്. അതുകൂടി ചേർത്തങ്ങ് ഈ വിഷയത്തിന് മറുപടി പറഞ്ഞോളൂ ശ്രീജി ലൂക്കോസ്. തീർച്ചയായിട്ടും ആഷ്മി ഒരല്പസമയം എനിക്ക് കരുതിക്കണം. ഇവിടുത്തെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സഖാവ് സഞ്ജുവും ഈ വില്ലേജ് ഓഫീസറും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് ഞാൻ അവരോട് പറയാം. ഇത്ര സമയം അരമണിക്കൂർ കൂടുതൽ ഉണ്ടായ ആഷ്മിയുടെ ചർച്ചയിൽ ഈ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കടുത്ത അച്ചടക്കൽ ലംഘനമാണ്. ഒരു പബ്ലിക് സർവൻ്റാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇവിടെ ജയേന്ദ്രൻ ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ പറഞ്ഞതിനോട് ഭാഗികമായിട്ട് എനിക്ക് യോജിപ്പുണ്ട്. ഒരു സർവീസാണ്, പബ്ലിക് സർവൻ്റ് തന്നെയാണ് പൊതുപ്രവർത്തകർ. ഇപ്പം സഖാവ് സഞ്ജുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് അത് തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട രാജു ബ്രാവു ഇന്നലെ ആഷ്മിയായിട്ട് നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ രാവിലെ 10:00 നടന്ന ബ്രേക്കിംഗ് അവേഴ്സിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. സ്വാഭാവികമാണ്. പക്ഷേ ഈ മനുഷ്യൻ ഈ ചർച്ച എന്നാൽ ആഷ്മിയോട് അല്ലെങ്കിൽ വേറൊരു ചാനലിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടതാ. എന്നാൽ ശരി, ഞാനത് വാദത്തിന് വേണ്ടിയിട്ട് തർക്കിക്കാൻ പോകുന്നില്ല. ഞാൻ കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിരിക്കും. എന്തായാലും ആട്ടെ, ആ ഒരു വാക്കിനെ മാത്രം പിടിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ഈ സഞ്ജുവിനെ ഹാഷ്മി ഉൾപ്പെടെയുള്ള വാദ്യങ്ങൾ വിചാരണ ചെയ്യുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാം. ഞാൻ ഇന്നുമായിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, ഇദ്ദേഹം ദീർഘമായ ഒരു സംഭാഷണത്തിൽ, ദീർഘമല്ല എന്ന് അദ്ദേഹം പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ കുറേ ഓഡിയോ കേട്ടവനാ. സഞ്ജുവിനെ പ്രകോപിപ്പിച്ചതിന് ശേഷം പ്രകോപിച്ചതിൻ്റെ ഫലമായിട്ടാണ് സഞ്ജു അങ്ങനെ പറഞ്ഞു എന്ന് സഞ്ജു പറഞ്ഞു. ഇയാളിപ്പോൾ നിങ്ങളോട് പറഞ്ഞ മറുപടി നിങ്ങൾ വളരെ റീമൈൻഡ് ചെയ്ത് നോക്കിയോ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് സംസാരിച്ചെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ പറഞ്ഞ ഓഡിയോ നിങ്ങളിപ്പോൾ കേൾപ്പിച്ചതിനകത്ത് പറയുന്നത് എന്താ അറിയോ? ഒരു 20 പ്രാവശ്യം ഞാനത് കേട്ടോ. അയാൾ പറഞ്ഞത് എന്താണ്? ആ വില്ലേജ് ഓഫീസർ സഞ്ജു ആണോ? അതെ സാർ, അതെ സാർ എന്നാണ് സഞ്ജു പറയുന്നത്. അതെ സാർ, ഞാൻ വില്ലേജ് ഓഫീസറാണ്. നിങ്ങളൊരു 3 വർഷത്തെ കുടിയുണ്ട്, 30,000 രൂപ മറ്റേ അടയ്ക്കാനുണ്ട്. ആ പൈസ നാളെ അടയ്ക്കണം. നാളെ അടച്ച് നിങ്ങൾ അങ്ങനെയല്ല തുടങ്ങുന്നിങ്ങനെ നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാർ നേതാക്കന്മാരാ, നാളെ പൈസ അടച്ചേക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാർ നേതാക്കന്മാരെന്ന് പറയേണ്ട ഈ മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ അപ്പോൾ ആര് വിളിച്ചാലും ആക്ഷേപിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ട് പബ്ലിക് സർവന്റ്. രണ്ടാമത്തെ നിൽക്കൂ അല്ല, ഞാൻ എന്നെ തടസ്സപ്പെടുത്താൻ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പൂർത്തിയാക്കിയിട്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ചർച്ച. ജില്ലാ കളക്ടറുടെ ബൈറ്റ് കേൾപ്പിക്കാന്ന് പറഞ്ഞ് കേട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞേ? ഈ ഉദ്യോഗസ്ഥന് വെള്ളം പൂശുവോ ഇദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ട ഒരു വാക്ക് പറഞ്ഞോ? ലാസ്റ്റ് പുള്ളി എന്താ പറഞ്ഞേ? ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇന്നലെ മുതൽ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ബൈറ്റിൽ ഇപ്പോഴും കാണിച്ചെന്താ? ഈ ഉദ്യോഗസ്ഥന്റെ പേര് വകുപ്പ് തന്നെ നടപടി സ്വീകരിച്ചിട്ടുള്ള ആളെ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ ചെന്ന RDOയോട് മോശമായിട്ട് പെരുമാറി. അങ്ങനെ ഉദ്യോഗസ്ഥരാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? അതിനാ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം കേരളത്തിലെ ജനങ്ങൾ. കളക്ടർ ഇന്നലെ വിശദമായി പറഞ്ഞു. ഒരു ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കളക്ടർ. ആ ചോദ്യം കേട്ടപ്പോഴേക്കും കളക്ടർ വിശദമായി പറഞ്ഞു. എന്തെങ്കിലും വ്യക്തത ഉണ്ടോ കളക്ടർ പറഞ്ഞതിനകത്ത്? എന്താണ് ആരോപണം? അഴിമതി ആരോപണം ഉണ്ടോ? മറ്റെന്താണ്? എന്തോ പടർപ്പിൽ തല്ലുന്ന പോലെ കളക്ടർ എന്തോ പറഞ്ഞു പോയി. അല്ലാതെ എന്തെങ്കിലും വ്യക്തത ഉണ്ടോ കളക്ടർക്ക്? അഴിമതിയാണെന്ന് ചോദിക്കും, പുള്ളിക്ക് അറിഞ്ഞ ഓർമ്മയില്ല. അങ്ങനെ ഓർമ്മയില്ലാതിരിക്കും. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത ആളാ, അങ്ങനെ ഓർമ്മയില്ലാതിരിക്കൂ. ആഷ്മി തടസ്സപ്പെടുത്തി ചർച്ച അവസാനിപ്പിക്കാൻ ആഷ്മി ശ്രമിക്കേണ്ട. ഇത് ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുന്ന ചർച്ച. അതായത് അതേ സാറെന്ന് പറഞ്ഞു തുടങ്ങി, രണ്ടാമത് സാറെന്ന് വിളിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. ലോകത്തിൽ ആരായാലും ഒരാളെ പരിചയപ്പെടുമ്പോൾ എവിടെയാണ് വീട് അല്ല നാട് എവിടെയാണെന്ന് ചോദിക്കുക. അതൊരു സാമാന്യത. ഇപ്പൊ CR ആണെങ്കിലും ഈ പറഞ്ഞ ജയേന്ദ്രൻ ചോദിക്കും, നമ്മൾ മാന്യമായിട്ട് ഇന്നോട് തന്നെ വീട് ചോദിച്ചത്. എന്താണ് ഒരു വാണിംഗ് സ്വഭാവത്തിൽ ഒരു ഉദ്യോഗസ്ഥ പറയുന്നതിന് മധ്യത്തിൽ എന്ന് ചോദിക്കുന്നത് ഈ പറഞ്ഞ സൗഹൃദ പുതുക്കാനാണോ? നിഷ്കളങ്കനാവല്ലേ? സൗഹൃദ പുതുക്കാനാണോ ചോദിക്കുന്നത്? അതിനിടയ്ക്ക് നാടെവിടാ എന്ന് ചോദിക്കുന്നത്? അല്ലല്ല, നിങ്ങളെതിരെ തടയുന്നേ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചാർജ് എടുത്തു. എവിടെയാ സാർ വീട് എന്ന് ചോദിക്കുന്നിടത്ത് എന്ത് തെറ്റാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരാൾ പറഞ്ഞ മറുപടി എന്താ? കേരളത്തിലുള്ള ആളാണെന്ന് തെറ്റുണ്ട്. എന്താ തെറ്റ്? കേരളത്തിലുള്ള ആൾ തെറ്റെന്താ? ഞാൻ എന്തുകൊണ്ടാണ് അത് കൊള്ളാം.
ഒരു തർക്കത്തിന് അല്ലല്ല, വന്നിട്ട് ഞാൻ നാടവിട സാധാരണ എന്ന് ചോദിക്കുന്നത് തെറ്റാ, അത് അല്ലല്ല, തെറ്റില്ലെങ്കിൽ അതുകൊണ്ടാണ് എന്റെ വീട് കേരളത്തിലാണ് എന്ന് പറയുന്നത് പിഴവെന്താ ഹാഷ്മി- റജി ലൂക്കോസ്? ഹാഷ്മിനായിരിക്കണ്ട. ഹാഷ്മി എന്ന് മനസ്സിലാക്കണം. അന്തസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു സാധാരണ മനുഷ്യനും അതിന് മറുപടി അങ്ങനെ പറയത്തില്ല. അതാ മാന്യത എന്ന് പറയുന്നത്. നിങ്ങൾ അച്ചടി ഭാഷ സംസാരിക്കണ്ട. ഓഫീസിൽ കയറി വിട്ടും മായർത്തുള്ള തെറി, അതാണല്ലോ അന്തസ്. ഓഫീസിൽ കയറി വിട്ടും മായർത്തുള്ള തെറി, അതാണല്ലോ അന്തസ്, താങ്കളുടെ അന്തസ് അല്ലേ റജി ലൂക്കോസ്? മായർത്തുള്ള തെറിയും ഓഫീസിൽ കയറി വിട്ടും. നിങ്ങൾ കൊണ്ടുവരുന്ന നരേഷ് എന്താ? നിക്കേ, നിങ്ങൾ മാധ്യമങ്ങൾ കുറെ നാളായിട്ട് പറയുന്ന നരേഷ് എന്താ? പൊതുപ്രവർത്തകരല്ല, മൂന്നാം കടകളോ? അവരും ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന, അവരും റഫ് കണ്ടീഷനൊക്കെ ഫേസ് ചെയ്യുന്ന, അവരും പരാതികൾ കേൾക്കുന്നവരാ, അവരും മനുഷ്യരാ. സാധാരണക്കാരന്റെ കാര്യങ്ങളിൽ ഈ പൊതുപ്രവർത്തകരോട് ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന തണ്ട എത്ര വലുതാ. ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് എനിക്കൊരു മോശാനുഭവം ഇല്ല എന്നുണ്ടായിട്ടില്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ ഈ മനുഷ്യൻ ഇന്ന് ഈ ചാനൽ ചർച്ചയെ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അദ്ദേഹം RDOയെ പോലും ഇപ്പോൾ ഇവിടെ നിന്ന് കുറ്റപ്പെടുത്തി. അദ്ദേഹം പൊതുജനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കസാലയിരുത്താൻ ബഹുമാനപ്പെട്ട ഇതിന്റെ വകുപ്പ് മന്ത്രി ഇനി തയ്യാറായത് അങ്ങനെ അവിടെ നിന്ന് മാറ്റണം. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഒരു കളക്ടർ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിലും ഒരു കളക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. നവീൻ ബാബുവിന്റെ കാര്യത്തിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു കേട്ടോ. നവീൻ ബാബു മരിച്ച ശേഷം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ. ഹാഷ്മിക്ക് പൊള്ളുന്നൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. എന്താ പറയുന്നറിയോ? നിങ്ങൾ എന്തിനാ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. നിന്റെ നാട് എവിടാന്ന് ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങൾ കേട്ടോ, ഇത് റെക്കോർഡറല്ലേ, ലോമുഴുകിയത്. അയാൾ പറഞ്ഞാ എനിക്ക് എന്നെ വെട്ടുവോ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന്. അങ്ങയുടെ വീട് എവിടാന്ന് ചോദിക്കുമ്പോൾ ഈ വെട്ടും കുത്തൊന്നും ഈ പറയുന്ന സഞ്ജു പറഞ്ഞിട്ടില്ല. നിങ്ങൾ സഞ്ജുവിനെ ഇന്നലെ മുതൽ വിചാരണ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കും സഞ്ജു പറഞ്ഞ വാക്കിനോട് യോജിപ്പില്ല. അല്ല, ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും ആ സംഭാഷണം തീരുമ്പോഴേക്കും വിട്ടു മനസ്സിലായില്ലേ റജി ലൂക്കോസേ? ആ സംഭാഷണം തീരുമ്പോഴേക്കും നാട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറി വെട്ടാൻ വേണ്ടി എങ്ങനെ അറിയാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെ അറിയുന്നേ? വെട്ടെന്ന് പറയുന്നതിന് മുമ്പല്ലേ ഇയാൾ ചോദ്യം ചോദിച്ചത്? അല്ല, അത് കഴിഞ്ഞ് വെട്ടെന്ന് പറഞ്ഞല്ലോ. അതെല്ലാം കഴിഞ്ഞല്ലേ വെട്ടെന്നുള്ള വാക്ക് വന്നത്? അത് കഴിഞ്ഞ് വെട്ടെന്ന് പറഞ്ഞല്ലോ. ശരി, ഞാൻ പറഞ്ഞ ആ വാക്ക് തെറ്റാ. അതിന് ആരെങ്ങനെ ആയി നോക്കിയാലും ആ വാക്ക് പറഞ്ഞുകൂടാത്ത വാക്കാണ്, ഹിംസയാണ്. യുക്തിയല്ല, ചുമ്മാ ചർച്ച ചെയ്ത് നിങ്ങള് സാധാരണ ഒറ്റക്കാരോട് പറഞ്ഞിട്ട് ഇടപെടലേക്ക് പോകും. ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. സാധാരണക്കാരോട് ഇടപെടേണ്ട ആദ്യത്തെ ഓഫീസ് വില്ലേജ് ഓഫീസാ. ഇയാളെ പോലെ ഒരാൾ ഏത് വില്ലേജ് ഓഫീസിൽ ഇരുന്നാലും നാട്ടിലെ ജനങ്ങളുടെ ശാപമായിരിക്കും. ശരി, അത് പറയണ നാട്ടുകാരാ.